രാവിലത്തെ ഉഴുന്നുദോശയുടെ മാവ് മിച്ചം വന്നത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് വെച്ച് ഞാനിന്ന് വൈകുന്നേരത്തേക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലേക്കായി കുറച്ച് സവാളയും പച്ചമുളകും അതുപോലെ ക്യാരറ്റും ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തത് കാരണം തന്നെ നന്നായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 2 പിടി സവാളയും പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതേപോലെ 2 പിടി ക്യാരറ്റും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ മാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു രീതിക്ക് ലൂസായിട്ടുണ്ടായിരുന്ന മാവായിരുന്നു. അതിലേക്ക് ഈ പച്ചക്കറികൾ ഇട്ട് കൊടുത്തപ്പോൾ അതൊന്ന് ടൈറ്റായി. ഈ ഒരു മാവിലേക്ക് ഒരു പിടി കൂടി നമ്മുടെ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പണി കൂടി ഉണ്ട്. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അത് നമ്മുടെ മാവിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിനിടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. നമ്മളെ മാവിൽ ഓൾറെഡി ഉപ്പുള്ളതായിരുന്നു. പക്ഷേ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യം കൂടി ആയിട്ടുള്ള ഉപ്പ് വേണമായിരുന്നു. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തടവണമെന്നൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഒന്ന് തടവി കൊടുത്തു എന്ന് മാത്രം. അങ്ങനെ ഇതാ നമ്മുടെ കുഴികളിലൊക്കെ മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ആക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അടിഭാഗം ഏകദേശം ഒന്ന് കളറ് ചേഞ്ചായി വന്നപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സ്നാക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുകയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിതിന് പണിയാരം എന്നൊക്കെയാണ് കേട്ടോ പറയുക. അങ്ങനെ ഇതാ നമ്മുടെ പണിയാരം എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം നമ്മളിത് ഈ ഒരു ചട്ടിയിൽ നിന്ന് എടുക്കുകയാണ്. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെതായതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിട്ട് നമുക്കത് എടുക്കാനും വേണ്ടി പറ്റി. ഇതേപോലെ ഒരു 2-3 ട്രിപ്പ് ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു. അങ്ങനെ അത് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതാ ഒന്ന് പൊളിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ആയിട്ട് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കഴിക്കാനായിട്ട്. ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സാമ്പാർ കൂട്ടിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്. ഈ ഒരു രീതിയിൽ ഇത് തയ്യാറാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.